ഒരു നാട്ടിൽ ഒരു പണിക്കാരൻ മരണപ്പെട്ടു. ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിനോട് എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ടൊരു ഗുണവുമില്ല, നാട്ടിനും ഗുണമില്ല, ആർക്കും ഒരു ഗുണമില്ല. എല്ലാവരും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ മാത്രമായിരുന്നു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എല്ലാവരുടെയും നാവ് തുണിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ഷോപ്പുണ്ടായിരുന്നു ധാന്യത്തിൻ്റെ. അദ്ദേഹം എല്ലാ പാവങ്ങൾക്കും സാധനം മാസാമാസം കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിന്ന് പാവപ്പെട്ടവർക്കൊന്നും സാധനം കിട്ടുന്നില്ല. ആരും സാധനം കൊണ്ടു കൊടുക്കുന്നുമില്ല. എല്ലാ പാവപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് വരാൻ തുടങ്ങി. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ സാധനം കൊണ്ടാണ് ഞങ്ങൾ മക്കൾക്കും എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. പക്ഷേ എന്താണ് ഇപ്പോൾ അങ്ങ് ഒരു സാധനം പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് തരുന്നില്ലല്ലോ? ആ കടക്കാരൻ പറയാൻ തുടങ്ങി, കഴിഞ്ഞ മാസം ഇന്ന ആൾ മരണപ്പെട്ടില്ലേ, അദ്ദേഹമായിരുന്നു നിങ്ങൾക്കെല്ലാ വീട്ടിലേക്കും സാധനത്തിൻ്റെ പണം എൻ്റെ ഷോപ്പിൽ തരുന്നത്. പക്ഷേ ആർക്കും അതറിയാമായിരുന്നില്ല. എനിക്കും അദ്ദേഹത്തിനും അദ്ദേഹം ആദരിക്കുന്ന ദൈവത്തിനുമല്ലാണ്ട് നാലാമതൊരാൾക്കും അറിയുമായിരുന്നില്ല. ഇതൊന്നും ജനങ്ങൾക്കറിയുമായിരുന്നില്ല. ജനങ്ങൾക്ക് വീട്ടിലേക്ക് സാധനം എത്തുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാനല്ലാണ്ട് ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് പോലും അറിയാണ്ട് പകച്ചു നിന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ വേർപാട്. ഇതായിരിക്കണം മക്കളെ മനുഷ്യൻ്റെ അവസ്ഥ. നമ്മൾ ഒരാൾക്ക് സഹായം കൊടുക്കുന്നത് മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കാണ്ട് നിൽക്കേണ്ടതാണ് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതി വേണ്ടത്. എല്ലാവരും ഈ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം റാഷി അർമാനി.